തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. ഒഴിവു സമയങ്ങൾ മനോഹരമാക്കാനും മാനസിക പിരിമുറുക്കം ഒഴിവാക്കുവാനും തിരൂരങ്ങാടി നഗരസഭയിലെ കുനുമ്മൽ സമൂസക്കുളം ഉദ്യാനപാത ഒരുങ്ങുന്നു. മരങ്ങളും കൈവരികളും ഇരിപ്പിടവുമടക്കം സജ്ജീകരിച്ച ഉദ്യാനപാത ഇരുവശവും വയലുകൾ കൊണ്ടും മനോഹരമാണ്. ഇപ്പോൾ ഇതാ പ്രകൃതിരമണീയമായ സെൽഫി കോർണറും ഒരുക്കിയിരിക്കുകയാണ് നഗരസഭ. നിലവിൽ ഒരു സെൽഫി കോർണറാണ് ഒരുക്കിയിട്ടുള്ളതെങ്കിലും അത് വ്യാപിപ്പിക്കുവാനുള്ള തീരുമാനവുമുണ്ട്. പ്രകൃതി ഭംഗി ആസ്വദിച്ചും തണലോരങ്ങളിൽ ഇരുന്നും ഒപ്പം സെൽഫി കോർണറിൽ നിന്നും സെൽഫി എടുത്തും ഈ ഉദ്യാനപാതയിലെത്തുന്നവർക്ക് സമയം ചെലവിടാം. പ്രദേശത്തെ ഹരിത ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. വികസനകാര്യ ചെയർമാനും ഡിവിഷൻ കൗൺസിലറുമായ ഇക്ബാൽ കല്ലുങ്ങലിന്റെ ശ്രമഫലമായി നേരത്തെ നഗരസഭ വാർഷിക പദ്ധതിയിലും ഇപ്പോൾ KP മജീദ് MLA ആസ്തി വികസന ഫണ്ടിലും ഉൾപ്പെടുത്തി നിലവിൽ ഉദ്യാനപാത മനോഹരമാക്കിയിട്ടുണ്ട്. ഇരുവശങ്ങളിലും ഹാൻഡ് റെയിലുകൾ സ്ഥാപിച്ചു. ഇന്റർലോക്ക്, കോൺക്രീറ്റ് എന്നിവയും ചെയ്തു. ബെഞ്ചുകൾ, വ്യായാമ പോയിന്റ് എന്നിവയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇരുവശങ്ങളിലും നേരത്തെ വിവിധ ക്ലബ്ബുകളും നാട്ടുകാരും വെച്ച് പിടിപ്പിച്ച വിവിധ മരങ്ങൾ ആകർഷകമാണ്. പ്രതിദിനം 100 കണക്കിന് പേർ പ്രഭാത സവാരി നടത്തുന്ന പാതയാണിത്. നവീകരണത്തോടെ കൂടുതൽ ആളുകളെ ആകർഷിക്കുകയും നിർവൃതി പകരുകയും ചെയ്യുന്ന കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഉദ്യാനപാതയിലെത്തുന്നവർക്ക് സന്തോഷം പകരുന്നതാണ് സെൽഫി പോയിന്റ് എന്ന വികസനകാര്യ ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ പറഞ്ഞു. രാവിലെ വന്ന് നോക്കിയാൽ നൂറുകണക്കിന് ആളുകളാണ് ഇതിലൂടെ പ്രഭാത സവാരി നടത്തുന്നത്. ഈ ഒരു മേഖല പ്രകൃതി മനോഹരമാണ്. 2 ഭാഗങ്ങളിലും വയലായി കിടക്കുന്നു, ഒപ്പം ഒഴുകുന്ന തോട് കിടക്കുന്നു. ഇതിന് ഇടയിലുള്ള ഈ പാതയിൽ നേരത്തെ നാട്ടുകാരും വിവിധ ക്ലബ്ബുകളും ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. അങ്ങനെ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി കിട്ടുന്ന ഈ മേഖലയിൽ നമ്മളെ നേരത്തെ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 60 മീറ്റർ ഇൻ്റർലോക്ക് ചെയ്ത് കൈവരി സ്ഥാപിച്ചിരുന്നു. അതിൻ്റെ അനുബന്ധമായി അന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഇത് പൂർത്തീകരിക്കണമെന്നുള്ളത്. അങ്ങനെ അതിനാവശ്യമായ ഫണ്ടുമായി ബന്ധപ്പെട്ട് ബഹുമാന്യ KP മജീദ് സാഹിബ് MLA സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ആവശ്യമായ തുക വകയിരുത്തുകയും ആ ഇടയ്ക്ക് ഇവിടെ ഓവുപാലം തകരുകയും ചെയ്തു. അപ്പോൾ ആ ഓവുപാലം കൂടി അതിൽ പുനർനിർമ്മിച്ചു. ഇപ്പോൾ നമ്മൾ ഒരു ഭാഗം കംപ്ലീറ്റ് 300 മീറ്ററിൽ ഇൻ്റർലോക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ മറുവശം പിന്നെ കോൺക്രീറ്റ് ചെയ്തു. 2 ഭാഗങ്ങളിലും ഹാൻഡ് റെയിലുകൾ സ്ഥാപിച്ച് മനോഹരമാക്കി. കൂടാതെ നമ്മൾ ബെഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യായാമത്തിന് വേണ്ട പ്രത്യേക എക്സസൈസ് പോയിൻറ്റ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾ പിന്നെ വാർഡ് സാനിറ്റേഷൻ്റെ കീഴിൽ നമ്മൾ സെൽഫി പോയിൻ്റ്, ശുചിത്വ സുന്ദര നഗരമെന്ന ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സെൽഫി പോയിൻ്റ് ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിലൂടെ ധാരാളം ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ ഒഴിവ് വേളകളിൽ ഈ പ്രദേശത്തെ വീട്ടുകാരൊന്നടങ്കം ഇങ്ങോട്ട് വന്ന് അവർ വൈകുന്നേരങ്ങളിൽ ഒരു മനോഹരമായ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ. ആ ഒരു പിന്നെ മനോഹരമായ ആസ്വാദ്യകരമായി ഈ പ്രദേശം മാറുകയാണ്. കൂടാതെ ഇതിനുള്ള തൊട്ടപ്പുറമുള്ള സമൂസക്കുളവും നമ്മൾ നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചു വരികയാണ്. അതും സൗന്ദര്യവൽക്കരണമായിട്ട് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. ഹൈമാസ്റ്റ് ലൈറ്റുകൾ, പാതയിലെ എല്ലാ പോസ്റ്റുകളിലും തെരുവിളക്കുകൾ എന്നിവയും ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട്. പദ്ധതി സമർപ്പണം ഉടൻ നടക്കും. ഇവിടെ തകർന്ന ഓവുപാലം 1 വർഷം മുമ്പ് നിർമ്മിച്ചിരുന്നു. നഗരസഭയുടെ ഹരിത ടൂറിസം കേന്ദ്രമായി ഉദ്യാനപാതയെ പ്രഖ്യാപിക്കുവാനും ഇക്ബാൽ കല്ലുങ്ങൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമീപത്തെ സമൂസക്കുളം നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തികൾ പൂർത്തിയാകുന്നതോടെ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിക്കുമെന്നാണ് നഗരസഭ കണക്കാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.